പലരും കരുതിയിട്ടുള്ള പോലെ ഒരു ആർഭാടപ്രിയനോ അല്ലെങ്കിൽ ആഡംബരപ്രിയനോ ആയിരുന്നില്ല നമ്മുടെ മുൻ കേരള മുഖ്യമന്ത്രി അഥവാ മുൻ കേരള ചക്രവർത്തി സഖാവ് പിണറായി വിജയൻ. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ക്ലിഫ് ഹൗസിൽ ചില സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ചു. അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാനായിട്ട് ലിഫ്റ്റ് വെച്ചു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന കാലിത്തൊഴുത്ത് അല്പം പുതുക്കിപ്പണിഞ്ഞു. പശുക്കൾക്കും പശുക്കിടാങ്ങൾക്കുമൊക്കെ മുന്തിയ സുഖ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തി. അവയെ കൊതുക് അടിക്കുന്നില്ല. സമയാസമയത്ത് പുല്ലും വൈക്കോലും കാടിവെള്ളവും ഓക്കപ്പൊടിയും ഒക്കെ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തി. അതുകൂടാതെ ഈ പശുക്കൾക്ക് പാട്ട് കേൾക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തി. മുഖ്യമന്ത്രി സംഗീതപ്രേമി അല്ലെങ്കിലും ഈ പശുക്കൾ സംഗീതത്തോട് വലിയ താല്പര്യമുള്ളവരാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് പാവപ്പെട്ട പശുക്കൾ പാട്ട് കേൾക്കട്ടെ, പാട്ട് കേൾക്കുന്ന പശുക്കൾ കൂടുതൽ ഗുണമേന്മയുള്ള പാല് ചുരത്തും. പ്രത്യേകിച്ച് വെച്ചൂർ പശു അടക്കമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗോശാലയിൽ. അപ്പോൾ അവയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ലിഫ്റ്റ് വെച്ചത് പുള്ളിക്ക് പോകാൻ വേണ്ടിയിട്ടല്ല. അവിടുത്തെ സാധാരണക്കാരായ ജോലിക്കാരുണ്ടല്ലോ, കുശിനിക്കാരടക്കമുള്ള ആൾ, മറ്റ് സേവകന്മാർ, അവർ ഈ സ്റ്റെയർ കേസ് ചവിട്ടി കയറുന്നത് ശരിയല്ലോ, ആ പാവങ്ങളിങ്ങനെ അധ്വാനിക്കുന്നത് അത് നീതിക്ക് നിരക്കുന്നതല്ല എന്ന് തോന്നിയുകൊണ്ടാണ്. പിന്നെ സെക്യൂരിറ്റി വർദ്ധിപ്പിച്ചു. അത് പിണറായി വിജയൻ്റെ സെക്യൂരിറ്റി അല്ല, കേരള മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റിയാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം ആംബുലൻസും ഫയർ എഞ്ചിനും പാറ്റൻ ടാങ്കും ഒക്കെ അകമ്പടിയായിട്ട് സഞ്ചരിച്ചിരുന്നത്. 28 കാറുകളായിരുന്നു, പിന്നെ 40 വർദ്ധിപ്പിച്ചു. അങ്ങനെ പല ആളുകളും തെറ്റിദ്ധരിച്ചു പിണറായി സഖാവ് മഹാബൂർഷ്വയാണ്. ബൂർഷ്വ എന്ന് പറഞ്ഞാൽ പോരാ, അധികാരപ്രമത്തനാണ്, ആഡംബരപ്രിയനാണ്, സാധാരണക്കാരോട് യാതൊരു കനിവും ഇല്ലാത്തവനാണ്, മൈക്കിനോട് വരെ കോപിക്കുന്നവനാണ്, അതുപോലെ കരിങ്കൊടി കണ്ടാൽ ഹാലിളകുന്നവനാണ്. കറുത്ത ഷർട്ടോ കറുത്ത മുണ്ടോ കറുത്ത തൂവാലയോ കറുത്ത ലെങ്കോട്ടിയോ എന്ത് കണ്ടാലും പുള്ളിക്ക് ദേഷ്യം വരും എന്നൊക്കെ പലരും പലതും പറഞ്ഞു. പക്ഷേ അതൊന്നും ശരിയല്ല. പുള്ളി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതിൻ്റെ 2-ാം ദിവസം പ്രതിപക്ഷ നേതാവായിട്ട് ചുമതലയേറ്റു. ക്ലിഫ് ഹൗസിനേക്കാളും വളരെ സൗകര്യം കുറഞ്ഞ കൻ്റോൺമെൻറ്റ് ഹൗസിലേക്ക് താമസം മാറ്റാൻ തീരുമാനിച്ചു. അതിന് മുന്നോടിയായിട്ട് ഒരു വാടക വീട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു, കേരളം അടക്കി ഭരിച്ച സഖാവ് പിണറായി വിജയന് തിരുവനന്തപുരത്ത് സ്വന്തമായിട്ടൊരു വീടില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ കരുണാകരനുണ്ടാക്കിയ പോലെ PTP നഗറിൽ ഒരു വലിയ കൊട്ടാരം പണിയൊക്കെ വരുന്നു ഇല്ലേ? രവിപ്പിള്ളയോടൊരു വാക്ക് പറഞ്ഞാൽ മതി, ഹാൽസിയൻ പാലസ് പുള്ളിയുടെ അവർക്ക് എഴുതി കൊടുക്കും. യൂസഫ് അലിയോടൊന്ന് മൂളിയാൽ മതി, എത്ര വലിയ സുഖ സൗകര്യങ്ങൾ വേണമെങ്കിലും ഒരുക്കി കൊടുക്കുമായിരുന്നു. പക്ഷെ പുള്ളി അത് താല്പര്യപ്പെട്ടില്ല. അദ്ദേഹം ആർഭാടത്തിലോ ആഡംബരത്തിലോ അഭിരമിക്കുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് ഒരു വാടക വീട്ടിലേക്ക് മാറി. വാടക വീട്ടിൽ മാനിനെ വളർത്താൻ സൗകര്യമില്ല, പട്ടിക്കൂടുണ്ടോ എന്ന് പോലും സംശയമാണ്. പശുക്കളുടെ കാര്യം പറയാനുമില്ല. പശുക്കളെയൊക്കെ ക്ലിഫ് ഹൗസിൽ വിട്ടിട്ടാണ് മുഖ്യൻ കുടുംബസഹിതം വാടക വീട്ടിലേക്ക് മാറിയത്. എല്ലാത്തിലും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇനി മേലിൽ എസ്കോർട്ട് ഉണ്ടാവില്ല. പിണറായി വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൈലറ്റ് വണ്ടി ആദ്യം മുമ്പിൽ പോകും, അതിൻ്റെ പുറകിൽ അദ്ദേഹം സഞ്ചരിക്കുന്ന കാർ വരും. അത് ഔദ്യോഗിക കാറായിരിക്കും, കൊടിവെച്ച കാറായിരിക്കും, കേരള സ്റ്റേറ്റിൻ്റെ കാറായിരിക്കും. അതൊഴിച്ചാൽ യാതൊരു ആർഭാടമോ ആഡംബരമോ ഉണ്ടാകുകയില്ല. നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ പിണറായി വിജയൻ്റെ കറുത്ത കാർ താൻ ഉപയോഗിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആർക്കാണ് കറുപ്പിനോട് വെറുപ്പ് എന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാണ്, ഈ പ്രതിപക്ഷ നേതാവിനെ കറുത്ത കാർ കൊടുത്താൽ മതി. അപ്പോൾ അത്തരം ആർഭാടം കുറയ്ക്കാം, തൂർത്തു കുറയ്ക്കാം. ഇദ്ദേഹത്തിന് പുതിയ കാർ പിടിച്ചു എന്ന ചീത്തപ്പേര് ഒഴിവാക്കാം. അങ്ങനെ ആർഭാടവും ആലഭാരങ്ങളും ഇല്ലാതെ സഖാവ് പിണറായി വിജയനായിട്ട്, പഴയ മുണ്ടയിൽ കോരൻ്റെ മകൻ വിജയനായിട്ട്, ബ്രണ്ണൻകുളത്തിനെ കിടുകിട പറപ്പിച്ച RSSകാരുടെ വടിവാളുകൾക്കും കടാരികൾക്കും ഇടയിൽ കൂടി സധൈര്യം നടന്നു നീങ്ങിയ ആ വിജയനായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ആക്ഷൻ കൊണ്ട് നമ്മുടെ കുമ്പക്കുടി സുധാകരനെ ഓടിച്ചു വിട്ട ആ വിജയനായിട്ട് തിരിച്ചു വരികയാണ്. തിരുമ്പി വന്താൻ തമ്പി എന്ന് പറഞ്ഞ പോലെയുള്ള ആ വരവുണ്ടല്ലോ, അതൊരു വരവാണ്. ഒരു വരവല്ല, 1.5 വരവാണ്. മാത്രമല്ല, പലരും പറഞ്ഞു നിയമസഭയിൽ വെച്ച് ഈ സുധാകരൻ ഇദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി ആദ്യത്തെ ദിവസം പുള്ളി നിയമസഭയിൽ വരികയില്ല, പുള്ളി സ്പീക്കറെ തിരഞ്ഞെടുത്തതിന് ശേഷം സഭയിൽ വരുള്ളൂ. അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പുള്ളി ധൈര്യസമേതം വന്നു. സുധാകരനല്ല, അതിലും വലിയ കൂലംകുത്തിയായാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം സഭയിൽ വന്നു. സുധാകരനിൽ നിന്ന് തന്നെ സത്യവാചകം ഏറ്റുചൊല്ലി. അത് കഴിഞ്ഞ് സുധാകരന് ക്ഷയിക്കാൻ കൊടുക്കാനും പഠിച്ചില്ല.
അതാണ് വിജയൻ. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളെ അല്ല. അദ്ദേഹം വലിയൊരു ജനാധിപത്യവാദിയാണ്. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒത്ത രീതിയിൽ അദ്ദേഹം പെരുമാറി. പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റേതായ വിനയവും നയവും അദ്ദേഹം സ്വായത്തമാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇതാണ് പൂന്താനം നമ്പൂരി പണ്ടേ പാടിയത്. എന്താണ്? 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളികാമുകൾ ഏറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. ഇപ്പം മാറാപ്പൊന്നും കയറ്റിയിട്ടില്ല എങ്കിൽ പോലും അതിനോട് അടുത്ത ഒരവസ്ഥയിലെത്തി എന്ന് മാത്രമേ ഉള്ളൂ. പൂന്താനത്തിൻ്റെ ആ ധന്യസ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിടാം.